വെൽക്കം ബാക്ക് ടു ആർട്ട് ആൻഡ് അഷ്റഫ് യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആർട്ട് ആൻഡ് അഷ്റഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അനേക് എന്ന മലയാളം ഫോണ്ടിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ. നമ്മളെല്ലാം അനേക് എന്ന മലയാളം ഫോണ്ടിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കും. മിക്കവരും അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നവരുമായിരിക്കും. നമുക്കറിയാം അതൊരു ഗൂഗിൾ ഫോണ്ടാണ്. അനേക് പോലെ തന്നെ ഒരുപാട് ഗൂഗിൾ ഫോൺസ് മലയാളത്തിൽ ഉണ്ട്. നോട്ടോ സയൻസ് പോലുള്ള ഒരുപാട് യൂണിക്കോഡ് ഫോൺസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ അനേക് എന്ന ഈ ഒരു ഫോണ്ട് നമ്മൾ സിസ്റ്റത്തിൽ ഉപയോഗിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ നേരിടാറുണ്ട്. പലരും അതേ പറ്റിയിട്ടൊക്കെ ഡൗട്ടുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ അനേക് എന്നുള്ള ഫോണ്ട് വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് നമ്മുടെ ഫോട്ടോഷോപ്പിലും ഇല്ലുസ്ട്രേറ്ററിലൊക്കെ ഉപയോഗിക്കുന്നത് എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ വളരെ ശ്രദ്ധിച്ചിട്ട് കാണുക. അപ്പോൾ നമുക്ക് ഈ ഇൻട്രോയിൽ അധികം സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മളിവിടെ മലയാളം ടൈപ്പ് ചെയ്യാനായിട്ട് ടൈപ്പിറ്റ് എന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ കുറച്ച് മലയാളം ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിന് പുറമെ നമ്മളിവിടെ അഡോബി ഇല്ലുസ്ട്രേറ്റർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഫോട്ടോഷോപ്പിലാണെങ്കിലും അനേക് ഫോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മളിവിടെ ടൈപ്പ് ചെയ്ത ആ ഒരു ടെക്സ്റ്റ് ഇവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ അനേക് എന്ന യൂണിക്കോഡ് ഫോണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് കോപ്പി ചെയ്തെടുക്കുന്നത് Ctrl+C എന്ന കീ പ്രസ് ചെയ്തിട്ടല്ല. അതായത് നമുക്കിത് കോപ്പി ചെയ്തിട്ട് യൂണിക്കോഡിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ Shift+F4 എന്ന കീ പ്രസ് ചെയ്തിട്ട് കോപ്പി ചെയ്യുക. അതിനുശേഷം ഇല്ലുസ്ട്രേറ്ററിൽ ടൈപ്പ് ടൂൾ ഉപയോഗിച്ചിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ കാണാം, ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു ടെക്സ്റ്റിന് ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. പല അക്ഷരങ്ങളും കൃത്യമായിട്ടല്ല ഇവിടെ വന്നിട്ടുള്ളത്. ഒട്ടുമിക്ക പേർക്കും ഈ ഒരു പ്രശ്നം നേരിടാറുണ്ട്. അനേക് ഫോണ്ട് ആദ്യമായിട്ട് യൂസ് ചെയ്തിട്ടുള്ള മിക്കവർക്കും ഈ ഒരു രീതിയിലായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു പ്രശ്നം വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ പരിഹരിക്കാവുന്നതാണ്. ഫോട്ടോഷോപ്പിലായാലും ഇല്ലുസ്ട്രേറ്ററിലായാലും വളരെ സിമ്പിളായിട്ട് നമുക്കിത് പരിഹരിക്കാൻ കഴിയും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പാരഗ്രാഫ് എന്ന വിൻഡോ ഓപ്പൺ ചെയ്യുക. അതിനായിട്ട് Ctrl+Alt+T എന്ന കീ പ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ വിൻഡോയിൽ പോയിട്ട് പാരഗ്രാഫ് ഓപ്പൺ ആക്കുകയോ ചെയ്യുക. പാരഗ്രാഫ് എന്ന വിൻഡോയുടെ മുകൾ ഭാഗത്തായിട്ട് റൈറ്റ് സൈഡിൽ ഈ ഒരു ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാം. അവിടെ മിഡിൽ ഈസ്റ്റേൺ, സൗത്ത് ഏഷ്യൻ, എവരി ലൈൻ കമ്പോസർ എന്നുള്ളിടത്ത് സിംഗിൾ ലൈൻ കമ്പോസറിലേക്ക് ഒന്ന് മാറ്റിയിടുക. ഇപ്പോൾ ഇവിടെ കാണാം നമ്മുടെ ടെക്സ്റ്റ് എല്ലാം വളരെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. പാരഗ്രാഫ് എന്ന ഓപ്ഷനിലെ റൈറ്റ് ഭാഗത്ത്, മുകൾ ഭാഗത്ത് റൈറ്റ് സൈഡിലുള്ള ഈ ഒരു ലൈൻസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മിഡിൽ ഈസ്റ്റേൺ, സൗത്ത് ഏഷ്യൻ, എവരി ലൈൻ കമ്പോസർ എന്നുള്ളിടത്ത് സിംഗിൾ ലൈൻ കമ്പോസറിലേക്ക് ഒന്ന് മാറ്റിയിടുക. അപ്പോൾ ഇവിടെ അനേക് എന്നുള്ള ഫോണ്ട് അല്ലെങ്കിൽ മിക്ക യൂണിക്കോഡ് ഫോണ്ടുകളും ഇവിടെ നമുക്ക് കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇനി അനേക് എന്ന ഫോണ്ടിന് ചില പ്രത്യേകതകളുണ്ട്. അനേക് നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരുപോലെ യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഫോണ്ടാണ്. അതായത് ഒരു വർക്കിനകത്ത് തന്നെ നമുക്ക് വളരെയധികം യൂണിഫോമിറ്റിയിൽ മലയാളവും ഇംഗ്ലീഷും യൂസ് ചെയ്യാൻ കഴിയും. പലപ്പോഴും നമ്മുടെ ഒരു മാറ്ററിനകത്ത് മലയാളവും ഇംഗ്ലീഷും ഒക്കെ ഇടകലർന്നിട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നമ്മൾ ആ ഒരു മലയാളത്തിനോട് മാച്ച് ചെയ്യുന്ന ഒരു ഇംഗ്ലീഷ് ഫോണ്ടായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഈ അനേക് ഫോണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ മികച്ച ഒരു റിസൾട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇനി അടുത്തതായിട്ട് ഇതുപോലുള്ള യൂണിക്കോഡ് ഫോൺസിൻ്റെ മറ്റൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്, നമുക്ക് വാട്സപ്പിൽ വരുന്ന മലയാളം ടെക്സ്റ്റുകളോ അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്നോ ഏതെങ്കിലും വെബ്സൈറ്റുകളിൽ നിന്നോ ഒക്കെ കിട്ടുന്ന ആർട്ടിക്കിൾ മലയാളം ടെക്സ്റ്റുകളോ എല്ലാം നമുക്ക് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഫോട്ടോഷോപ്പിലോ ഇല്ലുസ്ട്രേറ്ററിലോ ഡയറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അത് കൃത്യമായിട്ട് സപ്പോർട്ടാവുന്നതാണ്. അത് വലിയൊരു പ്ലസ് പോയിൻ്റാണ്. സാധാരണ നമ്മൾ ഇങ്ങനെ വാട്സപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റിൽ നിന്നോ ഒക്കെ കോപ്പി ചെയ്തെടുക്കുന്ന ടെക്സ്റ്റുകൾ നമ്മൾ മറ്റു സോഫ്റ്റ്വെയറിലൊക്കെ പേസ്റ്റ് ചെയ്ത് വീണ്ടും അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ സാധാരണ ഇവിടെ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതുപോലുള്ള യൂണിക്കോഡ് ഫോൺസ് ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് വാട്സപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്നോ ഒക്കെ കോപ്പി ചെയ്തെടുക്കുന്ന ടെക്സ്റ്റുകൾ ഈ അനേക് പോലുള്ള യൂണിക്കോഡ് ഫോൺസിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇനി അനേക് പോലുള്ള യൂണിക്കോഡ് ഫോൺസിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പലർക്കും അറിയാത്ത ഒരു കാര്യമായിരിക്കും. നമുക്ക് യാതൊരു സോഫ്റ്റ്വെയറിൻ്റെയും സഹായമില്ലാതെ വളരെ അനായാസം ഇതിനകത്ത് ഡയറക്റ്റായിട്ട്, ഇപ്പോൾ ഇല്ലുസ്ട്രേറ്ററിലാണെങ്കിലും ഫോട്ടോഷോപ്പിലാണെങ്കിലും ഡയറക്റ്റായിട്ട് നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ടൈപ്പിറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ കുറ്റി പെൻസിൽ, ഇങ്ങനെ ഒരുപാട് മാർഗ്ഗങ്ങളിലൂടെയാണ് നമ്മൾ മലയാളമൊക്കെ ഇത്തരം സോഫ്റ്റ്വെയറുകൾ ടൈപ്പ് ചെയ്യുന്നത്. എന്നാൽ ഇത്തരം യൂണിക്കോഡ് ഫോൺസ് വന്നതോടുകൂടി നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ
ഫോട്ടോഷോപ്പിലോ ഇല്ലുസ്ട്രേറ്ററിലോ ഇൻഡിസൈനിലോ ഒക്കെ മലയാളം ടൈപ്പ് ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ അതിനായിട്ട് നമുക്ക് മലയാളം ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം എന്നുള്ളതൊരു വസ്തുതയാണ്. അതുമാത്രമല്ല, ഡയറക്റ്റായിട്ട് മലയാളം ടൈപ്പ് ചെയ്യാൻ 1-2 കാര്യങ്ങൾ കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ ചെറിയ 1-2 ടിപ്സുകൾ കൂടെ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ട് മലയാളം ടൈപ്പ് ചെയ്യാൻ കഴിയൂ. അപ്പോൾ ആ ഒരു പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മറ്റൊരു വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് യാതൊരു സോഫ്റ്റ്വെയറിൻ്റെ സഹായമില്ലാതെ ഡയറക്റ്റായിട്ട് സിമ്പിളായിട്ട് മലയാളം ടൈപ്പ് ചെയ്ത് പോകാൻ കഴിയും. അപ്പോൾ ആ ഒരു വീഡിയോക്കായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള പ്രിൻ്റ് മേഖലയിലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് മെത്തേഡുകളാണ് ഈ ഒരു ചാനലിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്നത്. പിന്നെ നമ്മളൊരു എക്സ്പേർട്ട് പ്രൊഫഷണൽ രീതിയിലുള്ളൊരു ഡിസൈനർ ആവാൻ ആവശ്യമായിട്ടുള്ള മെത്തേഡുകൾ, മറ്റു കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള സീക്രട്ട് ടിപ്സുകൾ മിസ്സാക്കാതിരിക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള സീക്രട്ടായിട്ടുള്ള മെത്തേഡുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.